അവര് പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതായിരിക്കണം വീട്. അല്ല, ഇതാരാ? മോനെ ഏതോ? ആ, സാറ ഉണ്ടായിരുന്നോ? വാ, വന്നിരിക്കെ. മോനെ ഏതോ, എന്നെ കണ്ടിട്ട് എത്ര നാളായി? ഞാൻ എപ്പ ചായ എടുത്തിട്ട് വരാം. അയ്യോ ആൻറ്റി, ചായയൊന്നും വേണ്ട. ഇനിയൊരു ദിവസം വരുമ്പോൾ ചായക്കാവാം. ഞങ്ങൾ വന്നത് വേറൊരു കാര്യത്തിനാ. പറ മോനെ, എന്താ കാര്യം? അത് പിന്നെ ഞങ്ങൾ വന്നത് ഇന്ദുനെ നിങ്ങൾ കണ്ടിട്ട് എന്തിനാ? ജാൻവി, അമ്മേ, ഇവരെന്താ ഇവിടെ? ഇവരോട് കേട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഇന്ദുനെ പിന്നെയും വേദനിപ്പിക്കാൻ വന്നതാ ഇവര്. ഞങ്ങൾക്കൊന്ന് ഇന്ദുനെ കണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കോളാം. വേണ്ട, നിങ്ങളെന്നല്ല ആരും ഇന്ദുനെ കാണാനോ സംസാരിക്കാനോ വരണ്ട. അത് എനിക്കോ ഇവിടെ ഉള്ളവർക്ക് താല്പര്യമില്ല. ആൻറ്റി, ഞങ്ങൾ എന്തിനെ കണ്ട് സംസാരിച്ചിട്ട് പോയിക്കോളാം. അതിന് വേറെ ആരുടെയും സമ്മതം വേണ്ട. എന്തിനാ? എല്ലാത്തിൽ നിന്നൊന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേ അവർക്ക് ഇന്ദുനെ കാണണം പോലും. കൂടാരോളം കൂടി ഉണ്ടായിരുന്നല്ലോ. എന്തേ അവന് കാണണ്ടേ? എല്ലാത്തിനും അവനാ കാരണം. മോളെ മതി. മോനെ, നിങ്ങൾ തൽക്കാലത്തേക്ക് പോ. ഞാൻ പിന്നൊരു ദിവസം വിളിക്കാം. ഏതോ ഏതോ എന്റെ കൈവിട്. ഓ, അപ്പൊ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? നീ ഇപ്പൊ കാണിക്കുന്ന ദേഷ്യം എന്തിനാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നെങ്കിലും പറ. നീ പറഞ്ഞ പോലെ എല്ലാം മറക്കാൻ ശ്രമിക്കുക. പക്ഷെ അവിടെ ഒരു മനസ്സുണ്ട്. അവൻ എന്തിനു വേണ്ടി ഉരുകുക. അതെങ്ങനെയാ? അതെന്താണെന്ന് അറിയണമെങ്കിൽ ആ സ്ഥാനത്ത് വന്നാലേ അറിയൂ. എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ നമ്മുടെ തൊഴിൽ ഉണ്ടായിരുന്ന ഒന്നും അല്ലെന്ന്? നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്? എത്ര നേരായി? ഇവനിത് എങ്ങോട്ടാ പോയെ? അതെങ്ങനെ എനിക്കറിയാനാ? എന്നോടൊന്നും പറഞ്ഞില്ല. അത് കൊള്ളാം. ഇച്ചായനോട് അവൻ പറയാതെ പോവില്ലല്ലോ. അതെ, കള്ളം തന്നെ. നീ ഒരു കാര്യം ചെയ്, ചെന്ന് കേസോട്. അപ്പൊ എല്ലാം അറിയാൻ പറ്റുമല്ലോ. ഇന്നലെ കാണിച്ചു കൂട്ടി തോന്നിയ ദിവസം വല്ലതും ഓർമ്മയുണ്ടോ മഹാന്? ഇച്ചായൻ കാര്യം മാറ്റാനൊന്നും നോക്കണ്ട. അവൻ എങ്ങോട്ടാ എന്തിനാ പോയെന്ന് ഇച്ചാന് നല്ല പോലെ അറിയാം. പിന്നെ അവൻ പറഞ്ഞാണ് എന്നോട് പറയണ്ടെന്ന്. അവൻ വന്നല്ലോ. നീ തന്നെ ചോദിച്ചോ നിന്റെ സംശയങ്ങൾ. ഞാൻ പോവുക. ഏത്, ഞാൻ ഇറങ്ങുക. ഇനി ഇന്ന് ലേറ്റ് ആവും. ശരിയെന്നാ. ഇതങ്ങോട്ടാ രാവിലെ കെട്ടിയൊരുങ്ങി പോയെ? അതെ, നിന്നോടാ ചോദിക്കുന്നേ. നീ എങ്ങോട്ടാ പോയേന്ന്? ഓ സാർ, എനിക്ക് പഠിക്കുവാണോ? ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ നീ എനിക്ക് സോൾവ് ചെയ്ത് തരൂ? ഇല്ലല്ലോ. എല്ലാം കൊണ്ട് മനുഷ്യന് പ്രാന്തായിരിക്കുക. അതെങ്ങനെയാ? എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങൾ മാത്രമല്ലേ ശരി? നമ്മളൊക്കെ പൊട്ടന്മാര്. നീ ചൂടാവേണ്ട ആവശ്യം എന്താ? നീ എവിടെ പോയെന്ന് മാത്രമല്ലേ ചോദിച്ചേ? ആണോ? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എന്നോടങ്ങ് ചൂടാവാം. എന്തേ? നീ ചെയ്തു വെക്കുന്നതല്ല ശരിയാണല്ലോ. നിന്നെ വേണ്ടാത്ത ആൾക്കാരെ പിന്നല്ല പട്ടിയെ പോലെ നടക്കുന്നതെന്ന് നിനക്കറിയാം. ഏതു മതി, നീ കുറച്ച് കൂടുന്നുണ്ട്. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് തെറ്റ്, നീ ചെയ്യുന്നതല്ല. കണ്ണി കാണുകൾക്ക് വേണ്ടി ചാപം പോകുമ്പോ ഓർക്കണമായിരുന്നു. രണ്ടും കൂടെ എന്താ കാണിക്കുന്ന? ഇത് തമ്മിൽ തല്ലാനാണെങ്കിൽ വല്ല റോഡിൽ ചെന്ന് തല്ലുണ്ടാക്ക്. പിന്നെ ഇവനിങ്ങനെ പറയുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏത് പറഞ്ഞത് തെറ്റ് തന്നെയാ. അതിന് ഇങ്ങനെയാ പരിഹാരം കാണുന്നത്? ഞങ്ങൾ ഇന്ദുന്റെ വീട്ടിലാ പോയെ. ഇന്ദുന്റെ വീട്ടിലോ? ഇന്ദുനെ കണ്ടോ നിങ്ങള്? അതെ, ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അവൾക്ക് നിന്നെ കാണണ്ടെന്നും പറഞ്ഞു. ദേ, ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇനി നീ അവളെ പറ്റി അന്വേഷിച്ചു പോകാനോ സംസാരിക്കാനോ നിൽക്കണ്ട. അവൾക്ക് നിന്നെ കാണണ്ട. നിന്നെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പിന്നല്ല നീ എന്തിനാ പോകുന്നേ? എടാ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെ? പിന്നെ ഞാൻ എന്തോ പറയണമെന്ന്? നമ്മൾ കണ്ടില്ലെന്നോ? അതോ എനിക്ക് വയ്യ ദേവട്ട അവൻ ഇങ്ങനെ കാണാൻ. ജാൻവി, എന്നതാ? നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അടിച്ചു പിരിയോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെ നടക്കുന്നാ തോന്നുന്നേ. എടി,
അയ്യോ എന്റെ പൊന്നു ഏതോട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞത്. എന്റെ മൂക്കിന്ന് ഇവിടെ മനുഷ്യ. ആണോ? എന്റെ പൊന്നു മോള് തമാശ പറഞ്ഞതാ? ഞാൻ കരുതി സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന്. നീ തമാശ പറയുമ്പോഴും സീരിയസ് ആകുമ്പോഴും എല്ലാം ഒരുപോലെയാ. ആണോ? എങ്കിലേ എന്റെ പൊന്നു മോൻ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ഞാനങ്ങ് പോവാ. അപ്പോഴെങ്കിൽ മണിയോ, നിന്നോടല്ലാതെ വേറെ ആരോടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക? ഭാവിയില് നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് ആഹാ, എന്റെ പൊന്നുവൻ കല്യാണം വരെ എത്തിയോ? അല്ല, എന്തായാലും നമ്മൾ കിട്ടും. അവ പറഞ്ഞു വെക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ഇനിയിപ്പോ ഞാൻ കുടിച്ചിട്ട് വന്നാ എന്നെ ഒലക്ക മാറി അടിക്കാനും എന്റെ പിള്ളേരെയൊക്കെ നോക്കി ദേ ഇതുപോലെ ഇങ്ങനെയായിരുന്നു വർത്തമാനം പറയുമ്പോഴുള്ള സുഖം, അതൊരു സുഖ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ കുരിശിനാണല്ലോ ഞാൻ ഇനി ചുമന്നുകൊണ്ട് നടക്കേണ്ടത്. ജെസിമോളെ, ആഹാ, നിന്നെ കാണാനില്ല എന്ന് ഓർത്തിരിക്കുവായിരുന്നേ. വാ വാ. ഓർഫനേജിൽ നിന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. വേഗം ഫുഡ് എടുത്തു. നീ ഇരിക്കേ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ഇന്ദു എന്തിയെ? ദേ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. എന്റെ മാതാവേ, ഞാൻ അവളോട് നേരത്തെ പറഞ്ഞില്ലേ? ആ കൊള്ളാം. നീ ഇതാരോടാ പറഞ്ഞതെന്നും കൂടെ ഒന്ന് ഓർക്കണേ. മോളെ എന്തു? ദേ ജാൻവി എത്തി, ഒന്ന് വേഗം വന്നേ. ദേ എന്തു, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് നേരത്തെ ഇറങ്ങാൻ. ഞാൻ നിനക്ക് 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാനങ്ങ് പോവേ. உள்ளத்தை நான் சொல்லவா மவதானி சரி மகாரே ச மவதாரே ச ആ ഇതാ പറഞ്ഞാളെത്തിയല്ലോ. ആഹാ, പൊന്നുമോൾ എത്തിയല്ലോ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാ നേരത്തെ ഇറങ്ങാം. എന്നതാ എന്നതാ ഇപ്പൊ കുറ്റി എന്റേതായോ? ദേ ആന്റി, ഇവിടെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ, സൂക്ഷിച്ചു പോണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. പിന്നെ പോണേന് മുമ്പ് പള്ളി ചെന്ന് പ്രാർത്ഥിക്കാൻ മറക്കണ്ട. ഭാഗ്യം കൊണ്ട് ബസ് കിട്ടിയോണ്ട് നമ്മള് താമസിച്ചില്ല. വാ വാ. കർത്താവേ, ആ ബോർഡ് ഇങ്ങോട്ട് എടുത്തിരുന്നേ. അല്ല, എന്റെ മേത്ത് വെള്ളം വീണ് കയ്യിൽ കണ്ടില്ലേ? എന്റെ ഡ്രസ് മൊത്തം നനഞ്ഞു. ഞാനിനി എങ്ങനെ ക്ലാസ്സിൽ പോകും? ഇയാളെ വെറുതെ വിട്ട് ശരിയാവില്ല. ആഹാ, വീണത് എന്റെ മേത്ത. ഒരു സോറി പോലും പറയാനുള്ള മര്യാദ ആള് കാണിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ചോദിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചോദിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. നീ ഇങ്ങോട്ട് വന്നേ. തനിക്കെന്താ കണ്ണൊന്നും കണ്ടോടെ? അതോ കാണത്ത പോലെ അഭിനയിക്കുന്നതാണോ? അറ്റ്ലീസ്റ്റ് ഒരു
സോറി പറയാനുള്ള മര്യാദയിൽ കാണിച്ചൂടെ? അല്ല തന്റെ വിചാരം എന്താ? താൻ ഒരു പ്രിൻസിപ്പൽ എന്നാ? എന്റെ ഡ്രസ് മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് താൻ ബോർഡ് വെച്ച് കളിക്കുക. എടോ തന്നോടാ ചോദിക്കുന്നേ, തന്റെ വായ എന്റെ അമ്പാനിനെ കുത്തി വെച്ചൊക്കെയാണോ? ഇയാളിപ്പോ എന്തിനാ ചൂടാവുന്നത് പോലെ എനിക്കറിയത്തില്ല. അല്ല തന്നോടിപ്പോ ഞാൻ സോറി വേണ്ട ആവശ്യം എന്താ? ദേ കിടക്കുന്നു. എടോ തന്റെ പോളെ തട്ടി എന്റെ ഡ്രസ്സിൽ മൊത്തം വെള്ളം വീണേ. ഓ അത്രേ ഉള്ള കാര്യം. ഇതിനാണ് ഇയാൾ ഇത്ര ബഹളം ഉണ്ടാക്കിയത്. ഇതങ്ങ് ഉണങ്ങിയാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഓഹോ, അപ്പൊ താൻ സോറി പറയില്ല? ഇല്ല, ഞാൻ പറയില്ല. ഞാനെന്തിനാ തന്നോട് സോറി പറയേണ്ട ആവശ്യം? അത് ഒരു ബോള് വീണേന്. തനിക്ക് നാണമില്ലേ? ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി ഇൻസൾട്ട് ചെയ്തതും പോരാ, എന്റെ ഡ്രസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് തനിക്ക് സോറി പറയാൻ വയ്യ അല്ലേ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ, എന്നിട്ട് അകത്തേക്ക് മര്യാദ കാണിച്ചിട്ട് എനിക്ക്. തന്തയാ എടി എടി എടി, ഒരു ബോള് വേണ്ടി നീ എന്നെ അച്ഛനാക്കി ഉണ്ടല്ലോ. ആക്കി താൻ എന്തോ ചെയ്യടാ മരമോക്കറി. ഏതോ അടുത്ത പണി മാച്ച് കൂട്ടിന്നാ തോന്നണേ. അല്ലേലും അവൻ എപ്പോഴാ പണി മാച്ച് കൂട്ടാത്ത? ഇനി ഇതിനാന്ന് തോന്നുന്നു എന്നും ഡെയിലി കോളേജ് വരണേ. ഇനി ഇന്നേത് കൊമ്പിലാണോ കയറി പിടിച്ചേ? ഡാ അവിടെ എന്താടാ പ്രശ്നം? കക്ഷി കൊള്ളാലോ. എന്താണ് ഇവിടെ പ്രശ്നം? ഇന്നേ വരെ ഒരു പെൺകുട്ടി പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവള് പറയാ എനിക്ക് തന്നേടെ പ്രായം ഉണ്ടെന്ന്. ഇത്ര ഉള്ളോ? ഇതിനാണോ നീ ഇത്രയും മേളം ഉണ്ടാക്കിയ? പിന്നെ എന്നെ കണ്ട അച്ഛന്റെ പ്രായം തോന്നിക്കൂ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ വെറുതെ എന്തിനാ ഒരു സീൻ? എന്റെ പൊണ്ണു ചേട്ടാ, ഇയാൾ എന്റെ ഡ്രസ്സിലെ വെള്ളം വെത്തി. അതിന് ഞാൻ സോറി മാത്രമേ കേട്ടോളൂ. അതിനെ ഈ പോത്തോടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്. പോത്തുനിന്റെ മറ്റവളടി നാഗവല്ലി. നാഗവലിയാ? നാഗവലി തന്നെ മറ്റവളോടാ? ശരി, സോറി അല്ലേ, നമുക്ക് ശരിയാക്കാം. എന്തോ ശരിയാക്കാം, ശരിയാക്കി തരണല്ലോ. എടാ ഒരു സോറി അല്ലേ ഒന്ന് പറഞ്ഞേക്ക്. അതാണ് ഒരു സോറി മതി. ഈ ചേട്ടന്റെ കുട്ടിയുണ്ടോ? ഞാനൊന്നും പറയൂല. ഒരു ബോള് പിന്നെ ഇവളോട് ഞാൻ സോറി ചെയ്യേണ്ട ആവശ്യം എന്താ? അതെവിടുത്തെ ഞാൻ? എടാ പുതിയ പിള്ളേരാ, ഇട്ടേക്ക്. എന്തിനാ ഫസ്റ്റ് ഡേ തന്നെ ഒരു സീൻ ഉണ്ടാക്കുന്നത്? അതാണ് സോറി പറയുമ്പോ കുട്ടിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം അല്ലേ? പക്ഷേ സോറി, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഇവൻ പറഞ്ഞോണ്ട് മാത്രം ഇപ്പൊ ഞാൻ പറയുന്നത്. പ്രശ്നം സ്വാഭാവികം, കുട്ടി ഹാപ്പി അല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ വയ്ക്കും. വെറുതെ ക്ലാസ്സിൽ ഇട്ടാ കണ്ട പാവം പിള്ളേര് പേടിച്ചു പോയി. നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? നീ എന്തിനാണ് എന്നെ കൊണ്ട് അവളോട് സോറി പറയിപ്പിച്ചേ? ഇവിടെ ജൂനിയേഴ്സിടാ അത്, അതാ വെറുതെ വിട്ട്. പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ഇംപ്രഷൻ കളയണം. ഇംപ്രഷനാ? ആരെ ഇംപ്രഷൻ? അവളെയോ? ബെസ്റ്റ്. അവളെ ഇംപ്രസ് ചെയ്യാനും നല്ലത് ഒലക്കെടുത്ത് മണ്ടക്കടിക്കുന്നതാ. എന്തായാലും പ്രശ്നം തീർന്നില്ല. പിന്നെന്തിനാ നീ അതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നത്? ആ ക്ലാസ്സിൽ പോവാം. നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ നേരത്തെ ക്ലാസ്സിൽ കയറാൻ. അപ്പൊ അവനെ അവിടെ അച്ഛനാക്കിയെന്ന് പറഞ്ഞ് പാതി സമയം അവിടെ കളഞ്ഞു. പിന്നെ എന്നെ കണ്ട അച്ഛന്റെ പ്രായം എന്ന് പറയാൻ ഞാൻ മിണ്ടാതിരിക്കണോ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. തമ്പുരാൻ വന്നാലും. എടാ ഇന്ന് മൈഥിലി മിസ്സിന്റെ ക്ലാസ് അല്ലേ? മിസ്സായിരുന്നു. ഇനിയിപ്പോ പേടിക്കണ്ട, മിസ് ഒന്നും പറയത്തില്ല. മിസ് ആയതൊന്നും പറയുന്നില്ല. മിസ് നമ്മുടെ അക്ഷയില്ലേ? അതെന്തേനായിട്ട് എന്റെ ക്ലാസ്സില്? ഓ, കുട്ടി നമ്മുടെ ജൂനിയർ ആണല്ലേ? അപ്പൊ ധ്രുവ എളുപ്പായല്ലോ. എടാ ധ്രുവ, നീ എവിടെ കയറി നിക്കാതെ ഇങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. മിസ്സേ. ആഹാ, വന്നല്ലോ. നിങ്ങളെ പറ്റി പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. അതാണ് മിസ്സേ, ലേറ്റാ വന്നത് ലേറ്റസ്റ്റാ വരുവേ. അല്ല അങ്ങനെയല്ലേ പറയാറ്?
ഇന്നെന്താണ് താമസിക്കാനുള്ള കാരണം? എന്നും പറയുന്ന കഥ കേൾക്കാൻ ഞങ്ങൾക്ക് ടൈമില്ല. കേട്ടേട്ടും എടുത്തു. അത് പിന്നെ മിസ് ഇന്ന് തന്നെ ഒരാൾ അച്ഛൻ മിസ്സേ, ഇനി ഞങ്ങൾ ലേറ്റാവില്ല. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്ക്. ഈ കൂട്ടത്തിൽ തലച്ചോറുള്ളത് ശരണെന്ന് വിചാരിച്ചു. ഇപ്പൊ അതുമില്ല. നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള വിചാരമൊന്നുമില്ലേ? മിസ് അങ്ങനെ മാത്രം പറയരുത്. മിസ്സിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞങ്ങൾ മിസ്സിന്റെ ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ ബാക്കി ക്ലാസ് നീയൊക്കെ എന്തോ ചെയ്യും? അറ്റൻഡൻസ് അല്ലാതെ നിങ്ങൾ ആരും ക്ലാസ്സിൽ കയറത്തില്ല. കൊച്ചു കള്ളി കണ്ടുപിടിച്ചല്ലോ. സോറി മിസ്സേ, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. ഇനി ആവർത്തിക്കില്ല, പ്രോമിസ്. ഞങ്ങള് കേറിക്കോട്ടെ? വേണ്ട വേണ്ട വേണ്ട, മൂന്നും പുറത്ത് നിന്നാ മതി. തൽക്കാലം ക്ലാസ് കേട്ടുന്നില്ല. എന്നതാ? എനിക്ക് തോന്നുന്നു അവര് നമ്മുടെ ജൂനിയേഴ്സ് ആണെന്ന്. ആര്? എടാ, ഇവന് അച്ഛന്റെ പ്രായം ഉണ്ടെന്ന് അറിഞ്ഞേ ഒരു പെണ്ണ്. നീ അത് എപ്പോഴും ഇങ്ങനെ പറയാതെ. ഓർക്കുമ്പോ തന്നെ തൊലി ഉരിഞ്ഞു പോവാ. ഇപ്പൊ ആ പെങ്കൊച്ചിന് എന്നതാന്നാ നീ പറയുന്നേ? എടാ, അവര് നമ്മുടെ ജൂനിയേഴ്സ് ആടാ. ഞാൻ ഇപ്പൊ ദേവടന്റെ ക്ലാസ്സിൽ കണ്ടതേ ഉള്ളൂ. ദൈവമേ, ഇനി അതിന്റെയും കൂടെ കുറവേ ഉള്ളൂ. ഇത് നിനക്ക് കിട്ടിയ ലോട്ടറി ടിക്കറ്റാ. ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾമാർക്ക് എന്തായാലും അറിയില്ല നമ്മൾ അവരുടെ സീനിയേഴ്സ് ആണ്. അല്ലെങ്കിലും ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മള് സീനിയേഴ്സ് ആണെന്ന് പറയുമ്പോ അവള് മരുന്ന് ഒതുങ്ങും. അവിടെ വേണം നമ്മള് കളിക്കാൻ. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നമ്മള് സീനിയേഴ്സ് ആയിരിക്കുമ്പോ നമ്മുടെ ഇതോനെ അവൾ ഇൻസൾട്ട് ചെയ്തു. അപ്പോ ഒരേട്ടിന്റെ പണി കൊടുക്കണ്ടേ? ആ ബെസ്റ്റ്. ഞാനൊന്നുമില്ല പ്രത്യേകിച്ച് ഈ കാര്യത്തിന്. ഒന്ന് കിട്ടിയത് പോലെ. ഇന്നവളെന്നെ തന്തയാക്കി, നാളെ എന്നെ ആരാക്കുന്ന ദൈവത്തിനറിയാം. നേരത്തെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നേരത്തെ അവിടെ എന്തോരം പ്രൊഫസനായിരുന്നു. സോറി പറയിപ്പിക്കുന്നു, ഇംപ്രഷൻ കളയണ്ട എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? അതാ പറയുന്നത് നിനക്കൊന്നും ബുദ്ധിയില്ല എന്ന്. എടാ, ഇത്രയും സുന്ദരനും സുമുഖനായി ഇവനെ കണ്ടിട്ട് ഇന്ന് അവൾ അങ്ങനെ പറഞ്ഞില്ലേ? എടാ, നീ തന്നെ ആലോചിച്ച് നോക്ക്. എത്ര പെൺകുട്ടികളാണ് നിന്റെ ഒരു എസ്സിന് കാത്തു നിൽക്കുന്നത്? എത്ര ലവ് ലെറ്റേഴ്സ്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? അച്ഛന്റെ പ്രായമൊന്നും. എന്റെ പൊന്നതു, ഇവൻ പലതും പറയും. നീ അത് കേട്ട് ചാടാൻ നിൽക്കില്ലേ? നീ മിണ്ടാതിരി. കൊണ്ടത് എനിക്കാ. അപ്പൊ അവക്കിട്ട് പണി കൊടുത്തേ പറ്റൂ. ഞാനടിയാ. നീ പറ ധ്രുവ, എന്താ ചെയ്യണ്ടേ? ആ, എന്തായാലും ടൈമുണ്ട്. കൊടുക്കേണ്ട പണി നമുക്ക് വഴിയേ കൊടുക്കാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികമൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. എന്തായാലും ഈ പഠിപ്പിച്ചതൊക്കെ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചേക്കണം. ഓക്കെ? സാറെന്നെ ചുള്ളനല്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇത്രയും ചുള്ളനായ സാറിനെ നമ്മുടെ സ്കൂൾ ടൈമിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ആ, ഇന്ദു, ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടോ. സാർ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ, അടിപൊളിയാ. ഇതൊന്നും കാണണം. എങ്കിൽ ശരി എന്നാ. ഇപ്പൊ നോക്കുന്നതാണോ പ്രശ്നം? ആരായാലും ഒന്ന് നോക്കി പോകത്തില്ലേ? എന്റെ പൊന്നു മോളെ, ഇന്നെങ്കിലും ഈ ഫോം കിട്ടിയല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഓർഫനേജിന് പുറത്തായേനെ. എന്നതാ എന്റെ പൊന്നെന്തു, ഞാൻ ഓൾറെഡി അവിടെ ഒരു ബാധ്യത. വെറുതെ വള്ളി വാങ്ങിച്ചു കൂട്ടണ്ട. എല്ലാരും കൂടെ എങ്ങോട്ടാ ഓടി പോകുന്നു? ദൈവമേ, ഇത് അവന്മാരല്ലേ? അതെ, എന്താ ഇവിടെ പ്രശ്നം? സീനിയേഴ്സ് എല്ലാം കൂടെ മാധവനെ എടുത്തിട്ട് കൊതിക്കുന്നതാ. അത് പിന്നെ കാര്യാക്കണ്ട. സീനിയേഴ്സോ? ദേ അവിടെ നിൽക്കുന്നതാ ധ്രുവ്. പിന്നെ ദേ പുറകെ നിൽക്കുന്നതാ യദു. പിന്നെ
അതാണ് ശരൺ, എന്റെ ബോയ് ഫ്രണ്ട്.